പേടിക്കത്തപ്പാ കാത്തോണ ഞാൻ ഇവിടുന്ന് വല്ല വാക്കിങ് കൊണ്ടതാണ്. ഓയ് ഗ്രാമത്തിലേക്കുള്ള അവസാന വേടം വന്നിട്ടല്ലോ. നിർത്ത് 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 ഇയാള് നിർത്തണോ? ഈ അബ്ബാസുകാരെ ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഈ ഭ്രാന്തനായിരുന്നു നേരെ ഇറക്കാനുള്ള എവിടെ പോടാ? വാഗമണ്ണ് വരെ 2 രാത്രി. അമ്മച്ചി കൊട്ടാരോ വരുത്തൻ ബംഗ്ലാവും. എന്നിട്ട് വല്ല കിട്ടിയ എവിടെ കിട്ടും? ഞാൻ ചില മീസാനൊക്കെ ആ വഴി പോവല്ലോ. അല്ല ഇതാരാണ് മനസ്സിലായില്ല. പെങ്ങടെ മോൻ. പെങ്ങടെ മോൻ നമ്മുടെ എറണാകുളത്ത് ബ്രോ. എവിടെ സ്ഥലം? എവിടെ? മരട്ടില്ല. അവിടെ പ്രേതൊന്നുമില്ല, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ആ നാട്ടുകാർ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കുന്നതാ. നീ അറിയില്ലേ ഇവനെ എടുത്തിട്ടുണ്ടോ? ആര്? ഞാൻ എടുത്തോണ്ടൊന്നുമില്ല. അതിനുള്ള പ്രായം എനിക്കായിട്ടില്ല. ബൈ ബ്രോ. കുറച്ച് റെസ്റ്റ് എടുക്കാം. എനിക്ക് തോന്നിയായിരുന്നു. മനുവേ പ്രയത്നൊക്കെ പിടിച്ചാ? നിനക്ക് കഴിഞ്ഞ ദിവസമല്ലേ വീണക്കേസിൽ ജാമ്യം കിട്ടിയത്? മോന് വല്യമ്മ പ്രേതത്തിന്റെ കഥ പറഞ്ഞു തരട്ടെ. പ്രേതങ്ങളോ? അതിനിപ്പോ പ്രേതങ്ങളൊന്നും ഇല്ലല്ലോ അമ്മമ്മേ. പ്രേതങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മനുഷ്യരാശി എത്ര നാൾ ഈ ഭൂമിയിലുണ്ടോ അത്രയും നാൾ നമ്മളറിയാതെ നമ്മുടെ കൂടെ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. മോൻ മറുതേന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? ആ സമയത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ കൂടെയേ മറുത കൂടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഒറ്റ നോട്ടത്തിൽ കണ്ടാലേ പേടിപ്പെടുത്തുന്ന രൂപ മറുതേടത്. കയ്യിലും കാലിലും നഖങ്ങളൊക്കെ നീട്ടി വളർത്തി ജടകെട്ടിയ മുടിയും വൃത്തിഹീനമായ ശരീരവും നിലത്തുറയ്ക്കാത്ത കാലും കരിപുരണ്ട വേഷവും ഘോരമായ ശബ്ദവും ഉണ്ടാക്കി ആ തേറ്റ പല്ലും ഇറക്കി നമ്മുടെ മുമ്പിലേക്ക് ചാടി വരും. ആ രൂപത്തിൽ അവളെ കണ്ടാലുണ്ടല്ലോ എടാ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ സ്റ്റോപ്പ് ചെയ്തപ്പോൾ നിർത്തണമെന്ന്. നീ എന്നോട് പറഞ്ഞാ? നീയാ കണ്ടിട്ടുള്ള പറഞ്ഞത്. എന്നിട്ട് അയാളോടെ പോയടാ. അയാളെ സ്റ്റോപ്പ് എത്തിയപ്പോ വീട്ടിൽ പോയി. ഞാനിത് ആരം നോക്കാൻ വന്നാണ്. എന്നൊന്നും അങ്ങോട്ട് ആക്കിയിട്ട് പോടാ. അയ്യ ഒന്ന് പോയാടാ അവിടുന്ന്. അല്ല നീ എന്തിനാ അങ്ങോട്ട് പോണത്? നിനക്ക് ഇതുവഴി അങ്ങ് പോയാ പോരെ? എന്തേ പേടിയുണ്ടാ? ഇവിടെ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ശവപ്പറമ്പ് കഴിഞ്ഞാൽ കലിങ്ക് കഴിഞ്ഞാൽ കാവ് കഴിഞ്ഞാൽ വയൽ കഴിഞ്ഞാൽ പിന്നെ നിന്റെ വീട്. ഈ കറക്കം കറങ്ങേണ്ട ആവശ്യമുണ്ടാ? നീ എന്തായാലും കുറെ കാലമായിട്ട് പ്രയത്നം പിടിക്കാൻ നിൽക്കല്ലേ? വല്ലതും കിട്ടിയാ? ഇല്ലല്ല. ഇനി നമ്മുടെ നാട്ടിൽ നിന്ന് വല്ലതും വല്ലതും കിട്ടണമെങ്കിലേ യു ആർ റൈറ്റ്. ആ വഴി പോ. അവർ തിട്ടമെടുത്ത് പറഞ്ഞ് കയറ്റിയും വെച്ച് തിരിച്ചു പോയാലോ? ചിലപ്പോൾ അതിൻ്റെ അവിടെ തന്നെ ഉണ്ടാവും. അത് കുഴപ്പം. ഈ വഴി തന്നെ പോവാം. എൻ്റെ പൊന്നുമനിച്ചേട്ടാ, ശവപ്പറമ്പിൻ്റെ അതിനെ വഴി പോകുമ്പോൾ സൂക്ഷിക്കണം. സിഗരറ്റ് വലിച്ച് ക്യാൻസർ വന്ന നമ്മുടെ സൂണൻ ചേട്ടനില്ലേ, ക്യാൻസറിന് മുന്നിൽ തോക്കൂലെന്ന് പറഞ്ഞ് പുള്ളി അവിടെ നിൽക്കുന്ന ആ പുളിമരത്തേക്കേറിയാ തൂങ്ങിച്ചത്തത്. സൂക്ഷിച്ച് നോക്കിയാ പുള്ളി ഇപ്പോഴും അവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നതാണ്.
എൻ്റെ പൊന്നു മനു അസമയത്തൊന്നും രക്ഷിക്കാവിൻ്റെ അതിലും വഴി പോകരുതിട്ടാ. അതെന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? യക്ഷിയമ്മേ കൂടെ ഉണ്ടാവണേ. അവിടെ നിൽക്കണ പാലമരയില്ലേ, അതിൽ നിന്ന് യക്ഷി പുറത്തു വരുന്ന സമയം. അതുകൊണ്ട് പേടിച്ചല്ലേ എൻ്റെ അപ്പൂമ്മ കിടപ്പിലായത്. ഇനി എങ്ങാനും നിന്റെ കണ്ണിന് നീ കണ്ടം വഴി ഓടിക്കും. കിട്ടി ചെല്ലേ കൂടെ പോണ്ട ഇരിക്കട്ടെ. വെള്ളം കയറിയല്ല. തുലാമാസത്തിൽ ആദ്യം മഴ കഴിയുമ്പോൾ നെല്ല് വിളവെടുക്കും. അത്രയും നാള് മഹാലക്ഷ്മി കൂടിയിരുന്ന ആ വയലിൽ പിന്നീട് അവൾ വരും. മർദ്ദകൾ കൂടിയിരിക്കുന്നതേ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലാ. ഓ ഫുള്ള് നെഗറ്റീവ്. ഓരോ കഥ പറഞ്ഞ് പീഡിപ്പിച്ച് വെച്ചേക്കോ മനുഷ്യനും. ഒരു കോപ്പുമില്ല, ഈ വഴി തന്നെ പോകും. നിലാവുള്ള രാത്രിയിൽ വയലിലൂടെ ആരും നടക്കരുത്. നടന്നാലുണ്ടല്ലോ ഇവള് നമ്മുടെ പുറകെ കൂടും. ചെവിക്ക് ചുറ്റും ചൂടനുഭവപ്പെടും. ദുർഗന്ധമുള്ള കാറ്റ് വീശും. ശരീരം ആസകലം കുത്തിക്കൊള്ളുന്നത് പോലെ തോന്നും. ഇത്രയും സംഭവിച്ച അവള് വന്നു എന്ന് കരുതിയാ മതി. കയ്യിലെന്തേലും ഉണ്ടെങ്കിൽ മുറുക്ക പിടിച്ചാണ്. എന്നിട്ട് ആഞ്ഞ് നടക്കണം. ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത്. വെട്ടം കാണുമ്പോ അവിടെ നിന്നാണ്. അപ്പ അവള് പേടിക്കും. വെളിച്ചം പേടിയവക്ക്. എന്നിട്ട് സകല ശക്തിയും സംഭരിച്ച് ഇഷ്ടദേവനെ വിളിച്ച് തെറി പറഞ്ഞ് തിരിഞ്ഞു നിന്നടിക്കണം. അപ്പ അവള് തെറിച്ചു വീഴും. ആരാ ഞാനിവിടെ? ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കൂ പ്ലീസ്. ഞാനിവിടെ ഒരു മണിക്കൂറായി കറങ്ങി നടക്കുക. ഒന്നും മനസ്സിലാവുന്നില്ല. പേടിയായിട്ട് വയ്യ. ഫുൾ നെഗറ്റീവ്. എന്നെ ഒന്ന് അതൊക്കെ പിന്നെ പറയാം. എന്നെ ഒന്ന് സഹായിക്കൂ പ്ലീസ്. സഹായിക്കാനാ? ഞാൻ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വന്ന്. ഏത് ഫ്രണ്ട്? ചേട്ടാ ചേട്ടാ ഒന്ന് എണീക്കോ? സഹായിക്കാനാ? ഒന്ന് ഹെൽപ്പ് ചെയ്തേട്ടാ. നമ്മളിവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇല്ല ഏട്ടാ, ഞാൻ ഇവിടെ ആദ്യമായിട്ടാ. അല്ല കൊച്ചിന്റെ വീട് എവിടെയും നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. ചേട്ടനൊന്ന് എനിക്ക് പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ. അവള് പല രൂപത്തിലും ഭാവത്തിലും വരെ വന്നിട്ടുണ്ട്. ഇത്രയും ദൂരം ഇവിടെ വന്നിട്ട് പട്ടിയായും പൂച്ചയായും എന്തിനേറെ പറയണം. നല്ല സുന്ദരി കുട്ടിയായി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും. കൂട്ടുകൂടും, കുശലം പറയും. പക്ഷെ ഒന്നിലും വീഴരുത്. തിരിച്ചടിക്കണം. കയ്യിലുള്ളത് എന്താണോ അത് വെച്ച് തിരിച്ചടിക്കണം. സഹായിക്കണം അല്ലേ? പൊടി മയിലേ. ഹലോ 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 സഞ്ജയ്. ആ മനു പറടാ. എടാ വല്യമ്മയോടാ. ദേ എവിടെ ഉണ്ട്? ആ കൊടുക്കാം. ദേ ഏ? മനുവാ. എന്നാ മോനെ? ആ ഹലോ ഹലോ വല്യമ്മേ, പറയടാ. ഞാനേ ഈ വാഗമണ് പോയി വരുമ്പോഴേ ആ നമ്മുടെ നാട്ടിലെത്തി കഴിഞ്ഞപ്പോ ആ.
ആ കാവും ഷോപ്പറമ്പൊക്കെ കഴിയുമ്പോണ്ടല്ല ആ ഇടവഴി കഴിഞ്ഞ് വയലിലോട്ട് വരൂലേ? ആ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ എന്റെ പുറകില് ഒരു മറുത കൂടി. മറുതയോ? എന്നിട്ട്? എന്റെ പൊന്നോ, വെട്ടത്തെത്തിപ്പണ്ടല്ല എനിക്കിട്ടോണം കിട്ടി. അയ്യോ, എന്നിട്ടാ? പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, ഞാൻ സേഫാണ്. തിരിച്ചടിച്ചിട്ടുണ്ട്. അടിച്ചിട്ടാ? പക്ഷേ ഒരു 10 മിനിറ്റ് ആയിട്ട് ഇത് അപ്രതീക്ഷിതമായിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞു തരാം എന്നാ ചെയ്യണം. എടാ ഫോണിങ് താടാ. എടാ കാലാ, നീ ആരെ അടിച്ചിട്ടെന്നാ പറഞ്ഞേ? ഹലോ, ആ ശ്വാസം ഉണ്ടല്ലോ. എന്നാ പതുക്കെ എഴുന്നേപ്പിച്ച് എന്നാ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോ. ഞാൻ ശരിയാക്കി തരാം കേട്ടാ. എടീ, നീ ആ തള്ളയോട് പറഞ്ഞേക്ക് എന്നെ വെറുതെ പ്രാന്താക്കി നിൽക്കരുത് കേട്ടോ. ഞാൻ അപ്പഴേ പറഞ്ഞു ആ മനുഷ്യനോട് അത്ര കൂട്ട് വേണ്ടാന്ന്. മനഃപൂർവ്വ എന്നെ നാണക്കെടുത്താനായിട്ട്. ഹലോ മോളെ, എണീക്ക് മോളെ. കയ്യിലൊരു ദണ്ട്, നെറ്റിയിൽ കുറിയൊക്കെ തൊട്ട് മാടൻ സ്വാമി നമ്മുടെ മുമ്പിൽ വരും. തന്റെ വഴിമുടക്കിയവരെ ശിക്ഷിക്കാൻ നേരിട്ട് കണ്ട കേണപേക്ഷിക്കണം, ചെയ്ത തെറ്റ് പൊറുക്കണേന്ന്. എന്റെ പൊന്നു മാടൻ സ്വാമി, ഞാൻ അങ്ങയോട് ചെയ്തത് തെറ്റാ. ഞാൻ അങ്ങയുടെ വഴി മുടക്കാൻ പാടില്ലായിരുന്നു. ഞാൻ നാളെ തന്നെ കൂവളമാലയും കദളിപ്പഴവും കള്ളും നേദിച്ചേക്കാം. കള്ളോ? എന്നോട് പൊറുക്കണം, എന്നൊന്നും ചെയ്യല്ലേ പ്ലീസ്, പ്ലീസ് എന്നൊന്നും ചെയ്യല്ലേ. മാടനാ? ഞാൻ മാടൊന്നുമല്ല. മാടൻ സ്വാമി അല്ലേ? മാടൊന്നും അല്ലെന്ന്. എന്നൊന്ന് പിച്ചിക്ക്. ആ പിച്ചി മാടനല്ല. മാടനല്ല. എണീക്ക്. എടുത്തോ. എവിടെ പോണെന്നാ പറഞ്ഞ? ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നതാ. ആ, പക്ഷെ വഴിയൊക്കെ തെറ്റിപ്പോയി. ഏത് ഫ്രണ്ട്? ലക്ഷ്മി. ലക്ഷ്മിയാ? ഞാൻ ഇവിടെ ഉള്ളവരൊക്കെ അറിയാലോ. ആണോ? ഞാൻ പണ്ടങ്ങാണ്ട് എപ്പോ വന്നിട്ടുള്ളത് ഇങ്ങോട്ട്, പക്ഷെ ഗൂഗിൾ മാപ്പ് നോക്കിയൊക്കെ കട്ടായി പോയി. ലക്ഷ്മി ഫോട്ടോ വല്ലതും ഉണ്ടോ? ആ, കാണിച്ചു തരാം. ചക്കി, ഫോളോ മീ. അറിയോ? വാന്ന്. കേറി പോടാകത്ത്. ആ മനുവിനെ മറുതാ പിടിച്ചെന്നാ കേട്ടത്. പിന്നെ മറുത കോപ്പ് ഇവനെയൊന്നും ഒരു മറുതയ്ക്കും വേണ്ട. വല്യമ്മ പോലെ. അതെ, നീ നേരത്തെ എന്നോട് മാടസ്വാമിയാണെന്ന് ചോദിച്ചില്ലേ? എന്താണ്? മാടൻ സ്വാമീനെ അറിയില്ല? ഇല്ല. എന്റെ ഫ്രണ്ടിന്റെ അമ്മൂമ്മ പറഞ്ഞു തന്ന കഥയാ. കഥേ? എന്ത് കഥ? പറയാം. ഓക്കേ, റൈറ്റ്. എങ്ങോട്ടാ? വാഴമ. ആ, വാഴ. ആ സമയത്ത് പെൺപിള്ളേർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്ന് നമ്മുടെ കാരണവന്മാര് പറഞ്ഞ എന്താണെന്ന് മോക്കറിയാവോ? നമ്മുടെ ഈ ഭാഗത്തെ മാടൻ ഇറങ്ങും. ഈ മാടൻ ആരാന്നറിയാവോ? പാർവതിപുത്രനാ മാടൻ. പാർവതി ദേവി രാത്രി പ്രജകളെ കാണാൻ പോകുമ്പോ ദേവിക്ക് പരമശിവൻ കൂട്ടുവിട്ടതാ മാടന്, പാർവതി ദേവിക്ക് വഴി കാട്ടാൻ. തടസ്സം നിൽക്കണ ആളുകളെയെല്ലാം കയ്യിലുള്ളൊരു ദണ്ട് വെച്ച് ഈ മാടൻ അടിച്ചിടും. നമ്മുടെ നാട്ടിൽ എത്ര പേർക്കാ മാടൻ അടി കിട്ടിയിരിക്കുന്നത്? മാടൻ അടി കിട്ടിയ
അഞ്ചാം പൊക്കമേ നമ്മുടെ തല പൊങ്ങും. വയലുകളിലും കണ്ടങ്ങളിലൂടെയൊക്കെ അവരുടെ സഞ്ചാരം. അബദ്ധവശാൽ മാടന്റെ മുമ്പിൽ പോയി പെട്ടാൽ ഞാനിതെവിടെയാ? അയ്യോ മോളെ സോപ്പായിട്ടില്ല. മോളെ സോപ്പ് അടുത്തന്നെ എടുത്തതല്ലേ? ചേട്ടൻ ചോദിച്ചിട്ടില്ലേ? എനിക്കിവിടെ ഇറങ്ങണം. പോണം. നിർത്തടോ. പോയാ ഒരു വണ്ടികള്. എന്റർടൈൻമെന്റും അങ്ങനെ അവസാനിച്ചു. മഴയും തെറ്റി. വയലുകളിലും കണ്ടങ്ങളിലൂടെയൊക്കെ അവരുടെ സഞ്ചാരം. കയ്യിലുള്ള ദണ്ട് വീശി വീശി കാലെറിഞ്ഞെറിഞ്ഞാ നടക്കണത്. കണ്ടു കഴിഞ്ഞ ഒറ്റ നോട്ടത്തിൽ മനുഷ്യനാന്നേ തോന്നൂ. പക്ഷെ മനുഷ്യനല്ല. ആളൊഴിഞ്ഞ വീതിയിൽ നമ്മളെ കാത്തു നിൽക്കും. മാടൻ. മാടനെ കണ്ട ഒരിക്കലും മുന്നേ പോകരുത്, പുറകെ പോണം. പമ്മി പമ്മി പുറകെ നിൽക്കണം. മുഖം കൊടുക്കരുത്, പുറകെ പോണം. വെട്ടത്തെത്തിയ മാടൻ നിൽക്കും. ആള് പുറകെ ഉണ്ടെന്നറിഞ്ഞ കയ്യിലുള്ള ദണ്ട് പൊക്കും നമ്മളെ അടിക്കാൻ. മാടൻ തിരിയുമ്പോ കയ്യിലുള്ളത് എന്താണോ അത് വെച്ച് മാടനിട്ടടിക്കണം. മാടനല്ലേ? ചേട്ടാ, ചേട്ടാ. അയ്യോ, ശ്വാസം ഉണ്ടല്ലേ. ചേട്ടാ, ചേട്ടാ. ഇവിടെ. അടിച്ചിട്ടത് മാടനെയാണോ മനുഷ്യനെയാണോ എന്നറിയാൻ നാലും കൂട്ടി മുറുക്കി തുപ്പണം. പിന്നെ മാടൻ, ഇതൊക്കെ ഓരോ അന്ധവിശ്വാസങ്ങളാണ്. കുട്ടി പേടിക്കണ്ട കേട്ടോ, എൻ്റെ കൂടെ ചേർന്ന് നടത്തും. പുണ്യാളാ, കൂടുതലത് മറത്തിരിക്കരുതേ. ഇതല്ലേ നീ പറഞ്ഞ വീട്? യെസ് യെസ്, ഇത് തന്നെ. ഫൈനലി. താങ്ക് യു സോ മച്ച്. വാ. നിനക്ക് എന്തിന്റെ കേടാണ്? ഇതെന്ത് കോലോടാ ഇത്? എന്നാടാ എടാ, ഈ നാട്ടുകാർ മൊത്തം പറയണ നിനക്ക് പ്രാന്താണെന്നാണ്. നാട്ടുകാര് തേണ്ടികള്. എടാ ഇത് എടാ ഇതാ മറുത. ഇതാ മറതയാ? എടാ, ഈ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് മറതയായിട്ട് ഫീൽ ചെയ്ത? ചേട്ടനെന്നെ മനസ്സിലായില്ലേ? ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കേ. എവിടെയോ മീര. മീര. ഞാൻ ലച്ചുവിന്റെ ഫ്രണ്ട്. ഓ, ചക്കയുടെ ഫ്രണ്ട്. ആ, എടാ, ചക്കയുടെ ഫ്രണ്ടാടാ. ഞങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ടാണല്ലേ. ചക്ക എവിടെ? ചക്കയുടെ അകത്തുണ്ട്, വിളിക്കാം. ചക്കി, ഇവിടെ വന്നേ. നീ എന്നെ ഇവിടെ? ഹലോ. നീ എന്നെ ഈ രാത്രിയില്? നിനക്ക് മനസ്സിലായില്ലേ? നീ ഇവിടെ വന്നേ. എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കേ.
ഇല്ല. മനസ്സിലായില്ലേ? ഇല്ല, നീ പറ. It's your birthday today. Happy birthday to you. Va? To you. Happy birthday dear Chucky. Happy birthday to you. Surprise ആയിരുന്നു. അതെ. Thanks. എല്ലാം ഒപ്പിച്ചിട്ട് വന്നിരിക്കുവോ അല്ലേ? വാടി. അല്ല ഇതാരാ? എപ്പ വന്നു? ഇനി വന്നേ ചോദിക്കട്ടെ. ഞാൻ വരൂല. ഞാൻ പോണേണ്. ഇതാ പോലെ നിക്ക്. ആ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണ്? ഈ പറഞ്ഞ പ്രേതം, പിശാച്, മർദ്ദം, മാങ്ങത്തിൽ ഇതൊക്കെ വെറുതെയാണ്. അതൊക്കെ ഈ ലോകത്ത് ഇല്ലാത്ത സാധനങ്ങളാണ്. പിന്നെ എന്തിനാണ് നീ ഇതൊക്കെ നോക്കി കിടക്കണേ? ഒരു കാര്യം ചെയ്യ്. എൻ്റെ മോൻ കുളിച്ച് ഫ്രഷായി വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് നാളെ എഴുന്നേൽക്കുമ്പോൾ നിന്റെ മൈൻഡ് സെറ്റ് എല്ലാം ക്ലിയർ ആവും. ആ പോയിട്ട് വാ. ഇനി ഇവനെങ്ങാനാണോ? ഇതിന് എല്ലാത്തിനും കാരണേ നിന്റെ ആ പണ്ടാരത്തള്ളയാണ്. അവരെ അന്വേഷിച്ചു പറഞ്ഞേക്കാ. എന്താടാ എന്ത് പ്രാന്ത്? എപ്പോഴും അയ്യോ തമ്പിയാണേ. എന്താടി സുഖമായിട്ടിരിക്കണം? ഇതാര്? തമ്പിയാ? എന്നാടാ രാവിലെ? വല്യമ്മേ, ഓ സമയം ഒട്ടും അങ്ങ് ശരിയല്ല. അതെന്താ? വല്യമ്മ പറഞ്ഞില്ലേ ആ. പണ്ട് നമ്മുടെ അവിടെ പോക്കുവരത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെന്ന്. ആ സത്യമായിട്ടുള്ള കാര്യ. എന്നാ പറ്റി? ഞാനിന്നലെ ആ മൂത്രം ഒഴിക്കാനായിട്ടേ. ആ എന്താടി കയറിപ്പോടി. നീ പറയടാ. ഞാനേ ആ. രാത്രി മൂത്രം ഒഴിക്കാനായിട്ട് വീടിന്റെ ഫ്രണ്ടിൽ ഇറങ്ങിയപ്പോഴേ ആ കയറിപ്പോടിയോടാ. രാത്രി അവൾ കൊച്ചിനെ കൊണ്ട് പുഴ കളിക്കായിരിക്കുന്നു. പാതിരാത്രി ഇനി എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ട് ഇനി അത് മതി. ഞാൻ രാവിലെ രണ്ടിനും കൊണ്ട് ആസ്പത്രി പോകാനായിട്ട്. വേറെ പണിയൊന്നുമില്ല രണ്ടിനും. കയറി കിടന്നുറങ്ങാൻ നോക്കാണ്ട്. ഞാൻ പറയുമ്പോ ഇതൊക്കെ കള്ളത്തരാന്ന് നാട്ടുകാർ പറയും. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവിടെ ഇപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കണുണ്ട്. മോന് വല്ലതും പറ്റിയാ? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോ കുഴപ്പമുണ്ട്. എൻ്റെ സമയം ഒട്ടും ശരിയല്ല. എടാ നിന്നോട് ഞാൻ ആ വഴിപാട് നടത്താൻ പറഞ്ഞിട്ട് നീ നടത്തിയോ? ഇല്ലല്ലോ. ഇല്ലെന്നേ, ഞാൻ ചെയ്തില്ല. അതിന്റെ അനുഭവ. എങ്ങനായിരുന്നു ഒന്നുകൂടെ പറയാവാ? നീ നാളെ തന്നെ ഏറ്റുമാനൂരമ്പലത്തിൽ പോയി ഒരു ശത്രുസംഹാര പുഷ്പാഞ്ജലിയും, കടുത്തുരുത്തി പോയി ഒരു കൂവളമാലയും, വൈക്കത്തമ്പലത്തിൽ പോയി ഒരു ധാരയും നടത്ത്. എല്ലാം ശരിയാവും. ചെയ്യാലോ, ഞാൻ പോയി നാളെ തന്നെ ചെയ്യാം. നിന്നോട് ഞാൻ ആ ചരട് ചവിച്ച് കെട്ടാൻ പറഞ്ഞിട്ട് കെട്ടിയോ? അതൊക്കെ എപ്പോഴേ കിട്ടി. എവിടെ? ദേ, എന്നാ പിന്നെ ധൈര്യമായിട്ടിരിക്കി, ഒന്നും പേടിക്കണ്ട. പൊക്കോട്ടെന്നാ. ഇടയ്ക്ക് വാ കേട്ടോ മോനെ. ആ വരാന്നേ. ഓരോരോ വേട്ടാവളിയുണ്ട്. എന്നാണ്ട്? ആരാടാ അത്? ഞാനാ, കണ്ണനാ. എടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ കാവിന്റെ അതിലെ വരരുതെന്ന്? അത് എളുപ്പത്തിന് വന്നോ? എന്നാ എളുപ്പത്തിന്? അവിടെ നടക്കണ കാര്യങ്ങളൊന്നും നിനക്കറിയാൻ പാടില്ലേ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ, ഞാൻ പറഞ്ഞു. എന്നാ? ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ, ഞാൻ പറഞ്ഞുതരാം. എന്നാ നീ ഇവിടെ ഇരിക്കടാ.
ഇരിക്കടാ. നിനക്കറിയത്തില്ലേ കാവിലെ കാര്യങ്ങളൊന്നും? ഇല്ലെന്നേ എന്നാ പറ. നിനക്ക് ഞാൻ പറഞ്ഞു തരാം കാവിന്റെ കഥ.